പ്രിയമുള്ളവരെ, ഞാൻ ജസ്റ്റോ പാപ്പച്ചൻ, ഡിസ്ട്രിക്ട് 63 ന്യൂസ് അറ്റ് അങ്കമാലി. വളരെ പ്രധാനമുള്ള ഒരു ന്യൂസ് പുറത്തുവിടുകയാണ്. നമ്മുടെ കറുകുറ്റി അറ്റ്ലക്സ് അപ്പോളോ ഹോസ്പിറ്റലിൽ സർജറിയെ തുടർന്ന് നെറ്റ് പോലുള്ള ഒരു വസ്തു ശരീരത്തിൽ കുടുങ്ങിയത് മൂലം വീട്ടമ്മ അനുഭവിക്കേണ്ടി വന്നത് 2.5 വർഷത്തെ വേദന. ഈ കാലയളവിൽ ചികിത്സിച്ച ഡോക്ടറും അപ്പോളോ ഹോസ്പിറ്റൽ മാനേജ്മെന്റും നിരുത്തരവാദപരമായ സമീപനം പുലർത്തിയെന്ന് കുടുംബം ആരോപിക്കുന്നു. ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും പരാതി നൽകി കുടുംബം. ചായക്കട നടത്തി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ഇവർ കഷ്ടപ്പെട്ടതും അവഹേളനം അനുഭവിച്ചതും 2.5 വർഷം. അതിനുശേഷം മറ്റൊരു ഹോസ്പിറ്റലിൽ അഭയം തേടി സർജറി നടത്തി സുഖം പ്രാപിച്ചു വരുന്നു. മേലാള ഹോസ്പിറ്റലുകൾ നടത്തുന്ന ഇത്തരം നീതി നിഷേധത്തിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. കൃത്യമായ സ്ഥലങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും ഉണ്ടായാൽ ഇത്തരം നീതി നിഷേധങ്ങൾ ഉണ്ടാവില്ല എന്ന് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനൊപ്പം നമുക്ക് അവരുമായി നടത്തിയ അഭിമുഖത്തിലേക്ക് കടക്കാം. സ്കാൻ ചെയ്തിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചു. അതിന് ഒക്ടോബർ 14-ാം തീയതി 13-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവുക, 14-ാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞു. രാവിലെ അങ്ങനെ അഡ്മിറ്റായി ചെയ്ത് കഴിഞ്ഞിട്ട് യൂട്രസ് എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ പറഞ്ഞു ഓവർ എടുത്തോന്ന് പറഞ്ഞു. ഓവർ എടുക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല. യൂട്രസ് ഓവർ ഓവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഉച്ചയായിട്ട് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു കഴിഞ്ഞ് ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വേദന, അത് വയറിനൊക്കെ കുത്തി കൊള്ളുന്ന പോലെ വേദനയും ഇൻഫെക്ഷൻ, യൂറിൻ പോകുമ്പോൾ വേദന. അതിനായിട്ട് വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ നോക്കിയിട്ട് അപ്പം മരുന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വേദന. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചെന്ന് കിട്ടുന്നു. ഇനി ടിക്കറ്റിൽ കെട്ടി നോക്കണമെങ്കിൽ 40,000 രൂപ തരണം, അല്ലാതെ പറ്റില്ല. അല്ലാതെ നിങ്ങളെ നോക്കണമെങ്കിൽ വേദന ഉണ്ടാവും, വേദന സഹിച്ച് കിടക്കണമെങ്കിൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡായിട്ടൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇത് സംസാരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ സഹിച്ചായിരുന്നു, ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി കഴിഞ്ഞു. അപ്പോൾ നോക്കിയിട്ട് അവിടെ നേഴ്സുമാരോട് പറയുന്നത് ഇതിലിപ്പോൾ പ്രശ്നം ആയിക്കൊള്ളത്തല്ല, വേറെ പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കോട്ടയം പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത ഡോക്ടറുടെ പേര് ഊർമിള സോമൻ എന്നാണ്. അപ്പോൾ ഈ ഡോക്ടറെ ഞങ്ങൾ ഇതിന് ശേഷം സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഈ പെയിൻ ഉണ്ടായിട്ട് ഡോക്ടറെ പോയി നമ്മൾ കണ്ടിരുന്നു. ഒരു 4-5 പ്രാവശ്യം ഡോക്ടറെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവർ മരുന്ന് തരും. അത് കഴിച്ചിട്ട് വീണ്ടും അത് കൂടി 1.5 മാസം അല്ലെങ്കിൽ 1 മാസം വീണ്ടും പെയിൻ വരണം. അങ്ങനെ ഡോക്ടറെ വീണ്ടും കണ്ടപ്പോൾ ഡോക്ടറെ നമ്മൾ സംസാരിച്ചിട്ട് പോർക്കൊണ്ട് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരത്തെ വൈഫ് പറഞ്ഞുകൊണ്ട് തന്നെ 50,000 രൂപ വേണ്ടി തിയേറ്ററിൽ കേൾക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഓപ്പറേഷൻ ചെയ്തേ വീണ്ടും ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഇതാക്കി. അപ്പോൾ ഡോക്ടറെ അടുത്തൊരു ഒപ്പീനിയൻ ഓർത്തോന്ന് വെച്ചു. ഓർത്തോനെ കണ്ട് ഓർത്തോ ഡോക്ടറെ കണ്ട് അതിൽ ഞങ്ങൾ 1 മാസത്തോളം 1.5 മാസം മരുന്ന് വെച്ചിട്ട് വീണ്ടും വരണം. പിന്നെ വീണ്ടും ഇപ്പോൾ പുള്ളി ഓർത്തോ ഒരു യൂറോളജിസ്റ്റ് വെച്ചു. യൂറോനെ കണ്ട് 1.5 മാസം മരുന്ന് വെച്ചിട്ട് വീണ്ടും ഈ വീണ്ടും ആവർത്തിക്കായിരുന്നു. അങ്ങനെ യാതൊരു രക്ഷയില്ലാണ്ട് പിന്നെ ഈ പെയിനിൽ നിന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ പൈസ എന്ന് വെച്ചാൽ ഇത്ര പൈസ ഹോസ്പിറ്റലിൽ മുടക്കി പിന്നെ വീണ്ടും പണില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് സമയത്ത് കാര്യങ്ങളായിരുന്നു. വീണ്ടും അങ്ങനെ ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ പോയത്. അമൃത ഹോസ്പിറ്റലിൽ പോയി ചെന്ന് അവിടുത്തെ ഈ യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ അടുത്ത കടയിൽ കിടക്കാം, ആള് മരുന്ന് തന്നു. ആ മരുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് അടുത്തൊരു അയാളെ സിസ്റ്റം ഡോക്ടർ പറഞ്ഞ സിസ്റ്റമൊക്കെ വെച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കണ്ടിട്ടാണ് ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ സാധനം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് നമുക്കൊന്നും മെഡിക്കലായിട്ട് വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ അപ്പോളയിൽ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ചെയ്യേണ്ട ഒരു മെഷാണത്. അപ്പോൾ ഈ അത് വൈഫ് പറഞ്ഞ പോലെ തന്നെ അന്ന് ഇത് ഓപ്പറേഷൻ എടുക്കുമ്പോൾ മൂത്രത്തിന് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ മെഷ് ഇതിലേക്ക് ഇടും. ഓപ്പറേഷൻ ശേഷം അതിന് നെറ്റാണ്ട് ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ വജനയുടെ ഈ ഭാഗത്തുള്ള മൊത്തം വിരിച്ചിട്ട് മെഷാണെന്ന് പറഞ്ഞത്. അപ്പോൾ ലീക്കില്ലാണ്ടിരിക്കാൻ വേണ്ടി ചെയ്തെന്നാണ് മാഡം എന്ന് പറഞ്ഞത്. പിന്നെ ഇതിന് ശേഷമാണ് പെയിൻ. ഇത് പിന്നെ ഇത് അതിൻ്റെ ഇത് പറയുന്നത് വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ വീടാണ് ആവശ്യമെന്നുള്ളൂ ഈ സാധനം എന്നുള്ളത്. അതിന് അവിടുത്തെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ആളെടുത്ത് തന്നു, ഇതാണ് ഇതിൻ്റെ അകത്തെ കാരണം.
അപ്പോൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് അവര് പറഞ്ഞ ഈ സാധനം വേദനയുടെ മെയിൻ കാരണം ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ കൈപ്പഴ എന്നുള്ളത് അവർ പറയുന്നില്ല. അപ്പൊ 2 ഓപ്ഷൻ ഡോക്ടർ പുള്ളി ഒരു ഇത് കൊണ്ട് പറഞ്ഞു, ഇത് വേണമെന്നുണ്ടെങ്കിൽ സാധനം വേണമെങ്കിൽ മോശമാവാം, ഇമ്പോർട്ടൻ്റ് മെഷ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് മെയ്ഡ് ആവാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് സാധനം ആവുന്ന രീതിയിലാണ് ഒരു ഒപ്പീനിയൻ ഡോക്ടർ ഭാഗത്തു നിന്ന് പറഞ്ഞത്. അപ്പൊ സാമ്പത്തികമായിട്ട് ശരിക്കും നല്ല കാശ് അപ്പോഴല്ലായി. പിന്നെ ഈ പെയിൻ അനുഭവിച്ച വേദന വേറെ, അതിനുശേഷം അമൃതയിൽ പോയിട്ടായാലും ഒരു രൂപ എടുത്ത് അമൃതയിലുമായി. നമ്മൾ സാധാരണക്കാരായിട്ടല്ല ജീവിച്ചു പോണത്. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ ചാരിറ്റല്ലേ ആദർശനം തോന്നാനില്ല, ശരിക്കും തട്ടിപ്പ് നടത്തി കാശുണ്ടാക്കുന്ന സ്വഭാവമാണ് മെയിൻ അപ്പോളോ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. ഒരാൾ വന്ന് പെട്ടുകഴിഞ്ഞാൽ അവനെ എങ്ങനെയെങ്കിലും അവൻ്റെ ബോഡി അവിടെ നിന്ന് പുറത്തുവിടുക വരും, ചൂഷണം ചെയ്യുകയും ചെയ്യും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത്. ഈ അനുഭവം എനിക്കിരിക്കുമ്പോൾ വേറെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഓണത്തിൻ്റെ അന്ന് ഞാൻ ആവശ്യമായിട്ട് ചെന്നിട്ട് ഇവര് തിയേറ്ററിൻ്റെ അത് ഒരു ICUവിൽ കയറ്റി. അപ്പോൾ ഒരു എക്കിട്ട് വന്നിരുന്നു. എക്കിട്ട് വന്നിട്ട് ഞാൻ ഒരു 3-4 മണിക്കൂർ കിടന്ന് ഉറങ്ങിയ ക്ഷീണം മാറി കിട്ടി. പിന്നെ അവർ ഓപ്പറേഷൻ വരാൻ എൻ്റെ മരുമകൾ സംസാരിച്ച് ഫിക്സ് ചെയ്ത ആൾക്ക് ഹാർട്ടിൽ പ്രശ്നമാണ്, ആളുടെ ഡേ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല, ഇപ്പം ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ അവിടുത്തെ ഡ്യൂട്ടി ഉണ്ടായി ഡോക്ടർ പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമുക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ സെൻറ്റൻസിൽ പോയിട്ടൊരു ഗ്യാസ് സ്റ്റോനെ കണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് തന്നാൽ ഈ സാധനം അയാൾ കണ്ടെടുത്തു. അയാൾ ഗ്യാസ് സ്റ്റോണിൻ്റെ മരുന്ന് തന്നു, കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ വന്നോളൂ, എനിക്ക് വരാമെന്ന് പറഞ്ഞു. ആ സാധനം കഴിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ ഈ 2 കൊല്ലമായിട്ട് ഞാൻ വിഷമിക്കാണ്ടില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരാൾ വന്ന് പെട്ടാൽ അവരെ കഴുത്തറുത്ത് കാശ് മേടിക്കുക, അതാണ് അപ്പോളോ ഹോസ്പിറ്റല്, കാർക്കുറ്റി അപ്പോളോ ഹോസ്പിറ്റലിന്റെ മെയിൻ കാര്യങ്ങൾ. അനുഭവമാണ് നമ്മളിപ്പോ ഈ അനുഭവം വേറെ ജനങ്ങൾക്ക് വരരുത്, അതാണ് ഞങ്ങൾ മെയിനായിട്ട് ഇതിൽ പ്രതികരിക്കുന്നത്. സാധാരണക്കാരെ ആൾക്കാരെ പോകുമ്പോൾ അവരെങ്ങനെ ചൂഷണം ചെയ്യണം, അവരെങ്ങനെ അറുത്ത് കാശ് ഉണ്ടാക്കണം, മെയിനായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിന്റെ അത് ഒരു തണ്ടായ സംസാരം അവരുടെ നമ്മൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് തന്നെ ഊർമിളൊക്കെ വളരെ ഫ്രഷായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ സാധാരണക്കാരെ നമ്മൾ ചിന്തിക്കണ്ടേ. ഇപ്പൊ അങ്ങനെ ശേഷം നമ്മൾ ബന്ധപ്പെട്ടാണ് നമ്മുടെ പത്രമാധ്യമക്കാരായിട്ട് ബന്ധപ്പെട്ടവർ സംസാരിച്ചു. ആള് നമ്മുടെ ഒരു സ്വന്തം ആളായിരുന്നു, ആളായിട്ടാണ് കാര്യം പോകുന്നത്. കംപ്ലൈന്റ് കൊടുത്ത് നമ്മള് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ എറണാകുളം ഡിസ്ട്രിക്ട് DMO കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും മറുപടി വന്നിട്ടില്ല. അപ്പോൾ വേറെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ, ഞാൻ ഇതിനിടയ്ക്ക് ഫസ്റ്റ് ഞങ്ങള് അപ്പോൾ അമൃത പോയിട്ട് മടങ്ങി വന്നപ്പോൾ അവരുടെ ഓഫീസിൽ സംസാരിച്ച് നമ്മളിപ്പോൾ നമ്മുടെ അവിടുത്തെ 1 കിലോമീറ്റർ അവിടെയുള്ള. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഓഫീസിൽ നിന്നപ്പോൾ CEO ഉണ്ടായിരുന്ന അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. സംസാരിച്ചപ്പോൾ ഞാൻ അവിടുന്ന് കൊണ്ട് ഡിസ്ചാർജ് സമ്മറി ഞാൻ ഒരു നോക്കാതെ എൻ്റെ മേടിച്ചു വരും. അതിൻ്റെ അന്ന് അവിടുന്ന് ഫയലൊക്കെ മൊത്തം തരണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അവർ ഡിസ്ചാർജ് സമ്മറി അവർ അടിച്ചു മാറ്റിയിരുന്നത്. ഡിസ്ചാർജ് സമ്മറി അടിച്ചു മാറ്റി ഇതില്ലായിരുന്നു. നമ്മളെ കേട്ട സംസാരിച്ച് നമ്മൾ കയറി ചെയ്തില്ലത്, അവരിങ്ങനെ എടുത്തെടുത്ത് മാറ്റി ആ സാധനം മാറ്റിയ സാധനം ഉണ്ടായില്ല. വീട്ടിൽ നിന്നപ്പോൾ സംശയമില്ല. നമ്മൾ യോഗം കൊണ്ട് നമ്മൾ അപ്പോൾ അമൃതയിലേക്ക് അയച്ചു തന്നപ്പം മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. കാര്യം ആ സിസ്റ്റത്തിൽ ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും കിട്ടിയത് നമ്മുടെ ആൾ പറഞ്ഞ് പേടിക്കേണ്ട, സിസ്റ്റത്തിൽ ഉണ്ടെന്നെ. പിന്നെ മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ മോഡൽ സിസ്റ്റത്തിലുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു. അതന്നെ കിട്ടിയത്. പിന്നീടല്ലേ ഇനി ഒരു അനുഭവം ഇവിടെ വരാതിരിക്കുക. ആദർശനം എന്ന് പറഞ്ഞ ആൾക്കാരെ അക്രമ സേവനമാവരുത്. ഈ സാധാരണ ജനങ്ങളോട് ഏത് ഹോസ്പിറ്റലായാലും. എനിക്ക് ചെറുക്കട ചായക്കടയാണ്. ആ കടയിൽ കടച്ചിട്ടേക്കെന്ന് വെച്ചാൽ ഇപ്പൊ 2 കൊല്ലത്തിന് പിന്നാലെ നടക്കണം. വേറെ ആരോടും ഇല്ല. മോനാണെങ്കിൽ പറഞ്ഞു അവിടുത്തെ CEO അവർ സംസാരിച്ച് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, ഊർമിള സോമന ഉത്തരവാദിത്തം. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ഊർമിള സോമനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഞങ്ങളിവിടെ വന്നത് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ലെവലിലൂടെ നമ്മൾ വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നീതി തരുന്നത് അപ്പോളുടെ ഭാഗത്തുണ്ട്. അങ്ങനെ നമ്മൾ റഷായിട്ട് സംസാരിച്ചു. സംസാരിച്ചവര് പിന്നെ നമ്മളെ സാറായിട്ട് എന്നെ സാറിനെ വിളിക്കേണ്ടത്, സാറിനെ വിളിക്കേണ്ട എൻ്റെ പേര് ഉദയം എന്നാണ് എന്നെ അനുഭവിച്ചായെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല. ഇങ്ങനെ വീണ്ടും 1 വർഷമായിട്ടാ. അപ്പൊ അവസാനം ഒരു മനസ്സിലെ കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു ഞാൻ അകലക്കാരൊന്നുമല്ല, എൻ്റെ വീട് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. 10 ആളുകൾ ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ വിളിച്ചിരുത്തി എനിക്ക് പറയാൻ പറ്റിയ കാര്യം നമുക്ക് ലോകമൊന്നും വേണ്ടില്ല. ഇവിടുത്തെ ഹോസ്പിറ്റൽ ചരിത്രം അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ആൾക്കാർ വരെയും ചെയ്യും. അപ്പൊ ഞങ്ങൾ തണുത്ത് പറഞ്ഞ ഞങ്ങൾ മാഡത്തെ വിളിക്കാം,
മാഡത്തെ വിളിച്ചിട്ട് നിങ്ങൾക്ക് മാഡമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗ്യാപ്പ് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മാഡം സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇവിടെ ചോദിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എനിക്ക് അപ്പോഴേ പോലെ എനിക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനുള്ള വേദി അവർ ഒരുക്കി തരാന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വിളിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുന്നത് സാമ്പത്തികമായിട്ട് മാനസികമായിട്ട് മൊത്തം നമുക്ക് അറിഞ്ഞു.